നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 തരത്തിലുള്ള പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചും അതിന്റെ ബേസ്, അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ബൈനറിയുടെ ബേസ് 2 ആണ്. അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് 0യും 1ഉം. അതായത് രണ്ട് സിമ്പിൾസ് അല്ലെങ്കിൽ രണ്ട് ഡിജിറ്റ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ബേസ് 2 ആണെങ്കിൽ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ബേസ് -1 ആയിരിക്കും. അപ്പൊ 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ 0യും 1ഉം മാത്രം. ഇനി അടുത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടലിന്റെ ബേസ് 8 ആണ്. മാക്സിമം വാല്യൂ, ഒരു ഡിജിറ്റിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 1 7 ആണ്. അപ്പം 0 to 7 വരെയുള്ള സിമ്പിൾസ്, 8 സിമ്പിൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമലിന്റെ ബേസ് 10 ആണ്. അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് 0 to 9 ആണ്. ഹെക്സാഡെസിമൽ ഉണ്ട്. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. അതിന്റെ അകത്ത് വരുന്ന സിമ്പിൾസ് 0 to 9 വരെയുള്ള ഡിജിറ്റ്സും ABCDEF എന്നുള്ള ലെറ്റേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്പർ സിസ്റ്റം ബേസ്, അതിന്റെ സിമ്പിൾസ്. ഇനി നമുക്ക് ഡെസിമലിൽ 1 തൊട്ട് 15 വരെ എടുത്തിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറിയും ഒക്ടലും ഹെക്സാഡെസിമലും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഡെസിമലിൽ 0 to 15 വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എല്ലാവർക്കും എഴുതാൻ അറിയാം അല്ലെ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതിനകത്ത് നമ്മൾ 0 to 15 വരെ ആ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറിയും ഒക്ടലും ഹെക്സാഡെസിമലും ആണ് എഴുതാൻ പോകുന്നത്. ബൈനറി തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒക്ടലും ഹെക്സാഡെസിമലും നോക്കാം. ഒക്ടലിൽ നമുക്ക് എത്രയാണ്? 0 to 15 വരെയുള്ള 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് ഒക്ടലിൽ അലൗഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതുക. ഡെസിമലിൽ 0 എന്ന് പറഞ്ഞാൽ ഒക്ടലിൽ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി അടുത്തത് 1 2 3 4 5 6 7 അല്ലെ. ഇനി അടുത്തത് എന്താണ്? 8. ഈ 8 എന്ന് പറയുന്ന ഡിജിറ്റ് ഒക്ടലിൽ അലൗഡ് ആണോ? അല്ല. അപ്പൊ 8 നമുക്ക് എഴുതാൻ പറ്റത്തില്ല, 9 നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഇനി ഒക്ടലിൽ എന്ത് വരും? 10 എന്ന് വരും. ഓക്കെ. അപ്പൊ ബൈനറിയിൽ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടലിൽ അത് എത്രയാണ്? 10 ആണ്. ഓക്കെ. ഇനി അടുത്തത് 9. 10 കഴിഞ്ഞു. പിന്നെ നമുക്ക് 11 എഴുതാം അല്ലെ. 1ഉം 1ഉം ഒക്കെ അലൗഡ് ആണ്. അടുത്തത് 1 2, അടുത്തത് 1 3 1 4 1 5 1 6 1 7. 17 വരെ നമ്മൾ എഴുതി. 17 കഴിഞ്ഞിട്ട് നമ്മൾ 18 എന്ന് എഴുതുമോ? 18 എഴുതത്തില്ല, കാരണം 8 അവിടെ അലൗഡ് അല്ല. 8 എന്നുള്ള ഡിജിറ്റ് നമുക്ക് ഒക്ടലിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. 7 വരെ പറ്റത്തുള്ളൂ. 0 to 7 വരെയുള്ള ഡിജിറ്റ്സും പിന്നെ അതിന്റെ കോമ്പിനേഷനിൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഒക്ടലിൽ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് 0 to 15 വരെയുള്ള ഡെസിമലും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടലിലൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒക്ടലിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമലിൽ എത്രയാണ്? 8 ആണ്. ഒക്ടലിൽ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമലിൽ 9 ആണ്. ഒക്ടലിൽ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമലിൽ 10 ആണ്. ഓക്കെ. ഇനി നമുക്ക് ഹെക്സാഡെസിമൽ നോക്കാം. ഹെക്സാഡെസിമലിൽ എത്രയാണ്? 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് അലൗഡ് ആണ്. അപ്പൊ അത് ഓർഡറിൽ തന്നെ എഴുതുക. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിൽ 0 തന്നെയാണ്. ഡെസിമലിൽ 1 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിൽ 1 തന്നെയാണ്. ഇവിടെ 2 ഉണ്ട്, 3 4 5 6 7 8 ഹെക്സാഡെസിമൽ അലൗഡ് ആണ്. 8 എഴുതി, 9 എഴുതി. ഇനി അടുത്തത് 10 നമുക്ക് എഴുതാൻ പറ്റുമോ? 1ഉം 0യും ശരിക്കും അലൗഡ് ആണ് അല്ലെ. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിൽ 1ഉം 0യും അലൗഡ് ആണ്. അപ്പൊ 10 എന്ന് ഉള്ള നമ്പർ ഹെക്സാഡെസിമലിൽ ഉണ്ട്. പക്ഷെ അത് ഈ ഓർഡറിൽ ഇവിടെ എഴുതാൻ പറ്റുമോ? ഇവിടെ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ബേസ് 16 തികയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? 0 to 9 വരെയുള്ള ഡിജിറ്റ്സും പിന്നെ ABCDEF എന്നുള്ള ലെറ്റേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 എന്ന് എഴുതത്തില്ല. 10 അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ 10 എന്ന് എഴുതത്തില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പറഞ്ഞേക്കുന്ന ആൽഫബറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തെഴുതും? A B C D E F. ഈ ഓർഡറിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. ABCD അങ്ങനെ തന്നെ എഴുതണം. അപ്പം ഹെക്സാഡെസിമലിൽ 0 to 9 വരെ എഴുതി. 0 to 9 വരെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 10 എന്ന് എഴുതാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്ത് എഴുതും? ABCDEF എന്ന് പറഞ്ഞ് എഴുതും. ഹെക്സാഡെസിമലിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്താണ്? 10 ആണ്. ഓക്കെ. നമുക്ക് കൺവേർഷനിൽ ABCD ഒക്കെ വരും. ABCD എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കും? അതിന്റെ ഡെസിമൽ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹെക്സാഡെസിമലിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എഴുതണം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്നുള്ള വാല്യൂ യൂസ് ചെയ്യുക. സിയുടെ സ്ഥലത്ത് 12, കാൽക്കുലേഷനിൽ സിയുടെ സ്ഥലത്ത് 12 എന്നുള്ള വാല്യൂ യൂസ് ചെയ്യുക. D ആണെങ്കിൽ 13, E ആണെങ്കിൽ 14, F ആണെങ്കിൽ 15. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എഴുതും. ഇനി F കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഏത് വരും? F കഴിഞ്ഞ അടുത്ത് ഏത് വരണം?
ഡിജിറ്റ്സ് യൂസ് ചെയ്യണം. ഡിജിറ്റ്സിൽ ഓൾറെഡി നമ്മൾ 9 വരെ എഴുതി കഴിഞ്ഞു അല്ലെ. അപ്പൊ അടുത്തത് ഏതാണ്? 10 വരും. ഓക്കെ, ഞാൻ തൽക്കാലത്തേക്ക് ഈ പൊസിഷനിൽ ഒന്ന് എഴുതി കാണിക്കാം. ബൈനറി എന്നുള്ളത് നമുക്ക് ഒഴിവാക്കിയൊക്കെ ഞാൻ ഈ സോറി ബൈനറി എന്നുള്ളത് അവിടെ കിടക്കട്ടെ. ഞാൻ ഈ എഫിന്റെ ബാക്കിയാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. അപ്പം എഫ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്ത് എഴുതണം? 10 എന്ന് എഴുതുക, 11 എഴുതുക, 12 എന്ന് എഴുതുക, 13 എന്ന് എഴുതുക, 14, 15, 16, 17, 18, 19. പിന്നെ നമ്മൾ 20 എന്ന് എഴുതത്തില്ല. ഓക്കെ, 1ന്റെ എല്ലാ കോമ്പിനേഷനും എഴുതണം. 1A, അടുത്തത് 1B, അടുത്തത് 1C, അടുത്തത് 1D, 1E, 1F. ഇനി നമ്മൾ എന്ത് എഴുതും? 1F വരെ കഴിഞ്ഞു അല്ലെ. 1 പിന്നെ അതിന്റെ രണ്ടാമത്തെ ഡിജിറ്റിൽ 0 to F വരെയുള്ള എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? 20, 21, 22, 23, 24, 25, 26, 27, 28, 29. 29 കഴിഞ്ഞിട്ട് നമ്മൾ 30 പോവോ? ഇല്ല. 2ന്റെ കൂടത്ത് ഇനി ആൽഫബറ്റ്സും കൂടി എഴുതാനുണ്ട്. അപ്പൊ 2A, 2B, 2C, 2D, 2E, 2F. അങ്ങനെ 2F വരെ എഴുതിയിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ എന്ത് എഴുതുന്നത്? 30 എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഡെസിമൽ ഹെക്സാഡെസിമൽ എഴുതാനായിട്ട് ഓർത്ത് വയ്ക്കുക. ഞങ്ങളുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്തേക്ക് എഴുതിയത്. ശരിക്കും ഇത് ബൈനറി അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഇത്ര എഴുതി അല്ലെ. ഡെസിമൽ എഴുതി, അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ എഴുതി, അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്മൾ എഴുതി. ഇനി നമുക്ക് ബാക്കിയുള്ള എന്താണ്? ബൈനറിയാണ്. നമുക്ക് ബൈനറി എഴുതാം. ബൈനറിയിൽ 0യും 1ഉം ആണ് അലൗഡ്. നമ്മൾ 0 എഴുതി. 0 കഴിഞ്ഞ അടുത്ത് എന്താണ്? 1 ആണ്. 1 എന്ന് എഴുതി. അടുത്ത എന്താണ്? അടുത്തത് 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല അല്ലെ. 2, 3, 4, 5, 6, 7, 8, 9 ഒന്നും അലൗഡ് അല്ല. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? 10, 11. 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എവിടെയായിരിക്കും? 1ഉം 0യും മാത്രം ഉള്ളത്. 100 അല്ലെ. 100 നമ്മൾ ബൈനറിയിൽ പറയത്തില്ല, 100 എന്നേ പറയത്തുള്ളൂ. ശരിക്കും ഡെസിമൽ മാത്രമേ നമ്മൾ 10, 11, 12 എന്നൊക്കെ പറയത്തുള്ളൂ. ഒക്ടലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 10, 11, 12 എന്ന് തന്നെ പറയണം കേട്ടോ. ഡിജിറ്റ്സിന്റെ പേരാണ് പറയുന്നത്. ഡെസിമലിൽ മാത്രമേ 10, 11, 12, 13, 14, 15 എന്നൊക്കെ നമുക്ക് പറയത്തുള്ളൂ. ബാക്കിയുള്ളത് 2 ഡിജിറ്റ് വന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുക. ഒക്ടലിൽ 10 എന്ന് തന്നെ പറയണം. 10 to the base 8, 11 base 8. ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. 100, 101, 110, 111. അടുത്തത് 1000, 1001, 1010, 1011. അടുത്തത് 1100, 1101, 1110, 1111. ഈ രീതിയിലാണ് അതിന്റെ ബൈനറി നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഡെസിമൽ എഴുതി, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എഴുതി, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടലും ഹെക്സാഡെസിമലും നമ്മൾ എഴുതി. ബൈനറി എഴുതാനായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് 0യും 1ഉം ഒറ്റ പൊസിഷനെ ഉള്ളെങ്കിൽ 0യും 1ഉം മാത്രം ഒറ്റ ബിറ്റ് കൊണ്ട് നമുക്ക് 0യും 1ഉം റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. 2ഉം 3യും റെപ്രസെന്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര ബിറ്റ്സ് വേണം? 2 ബിറ്റ്സ് വേണം. 4ഉം 5ഉം 6, 7, 4, 5, 6, 7 വരെ വരുന്നെങ്കിൽ നമുക്ക് എത്ര ബിറ്റ്സ് വേണം? 3 ബിറ്റ്സ് വേണം. പിന്നെ വരുന്നത് 15 വരെ, 8 to 15 ആണെങ്കിൽ നമുക്ക് എത്ര ബിറ്റ്സ് വേണം? 4 ബിറ്റ്സ് വേണം. 15 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര? 5 ബിറ്റ്സ്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ കൂടി വരും. പക്ഷെ നമ്മൾ സാധാരണ ജനറൽ ആയിട്ട് പറയുമ്പോൾ n ബിറ്റ് നമ്പർ ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 15 ആണ് ഏറ്റവും വലിയ നമ്പർ അല്ലെ. 15 റെപ്രസെന്റ് ചെയ്യാൻ എത്ര ബിറ്റ്സ് വേണം? 4 ബിറ്റ്സ് വേണം. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എല്ലാത്തിനെയും കൂടി ചേർത്ത് 4 ബിറ്റ്സിൽ അങ്ങ് പറയണം. അതായത് 0, 0, 0, പിന്നെ 0, 0, 0, 1. നമുക്കറിയാം ആദ്യമേ നമ്പറിന്റെ തുടക്കത്തിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. അപ്പൊ 0, 0. അപ്പൊ നമുക്ക് ഇത് 4 ബിറ്റ് പൊസിഷൻ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? 0 ആഡ് ചെയ്യുന്നത്. 0, 0, 0. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ബൈനറി എഴുതുന്നത്. നമുക്ക് എവിടെ നോക്കിയാലും അതൊരു ഈക്വലന്റ് ആയിട്ട് ഒരു
ഒരേ രീതിയിൽ, അതായത് n ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. സീറോനെ നമുക്ക് ഒരു ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, 4 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ ഒരു സീറോ, 4 ബിറ്റ് കൊണ്ടാണെങ്കിൽ ഫുൾ എന്ത് ചെയ്യുക, സീറോ എഴുതുക. ഇവിടെ 1ന്റെ വാല്യൂ 1 തന്നെയാണ്. ബാക്കി നമുക്ക് ആ ബിറ്റ് പൊസിഷൻ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്തിരിക്കുന്നത്, സീറോ ആഡ് ചെയ്തിരിക്കുന്നത്. 2ന്റെ വാല്യൂ ശരിക്കും 10 ആണ്. ബാക്കി കിടക്കുന്ന 100 എന്ന് പറയുന്ന ആ ബിറ്റ് പൊസിഷൻ തികയ്ക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സീറോ ആണ്. 3യുടെ വാല്യൂ ശരിക്കും 11, 4ന്റെ വാല്യൂ 100, 5ന്റെ വാല്യൂ 101, 6 എന്ന് പറയുമ്പോൾ 110, 7 എന്ന് പറയുമ്പോൾ 111. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഡെസിമലും ബൈനറിയും ഒക്ടലും ഹെക്സാഡെസിമലും എഴുതുന്നത്. ഇതിൽ ബൈനറി എങ്ങനെ എഴുതാം, 0 to 15 വരെ എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് അടുത്ത ക്ലാസ്സിൽ ചെയ്തു തരാം. അപ്പൊ ഇത് 0 to 15 വരെ എഴുതാനായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ഡെസിമൽ എഴുതുക. ഡെസിമൽ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എഴുതി നോക്കുക, ഒക്ടൽ എഴുതി നോക്കുക, ഹെക്സാഡെസിമൽ എഴുതി നോക്കുക. ഹെക്സാഡെസിമൽ എഴുതുമ്പോൾ A to F വരെ ഉള്ളത് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.